ഹരിയേട്ടൻ എനിക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുക. ഇപ്പൊ ഞാൻ ഇറങ്ങി ചെന്നില്ലെങ്കിൽ പിന്നെ ഏട്ടൻ ഇനി ഒരിക്കലും എന്നെ തേടി വരില്ല. എന്നോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ചതുകൊണ്ടല്ലേ ഹരിയേട്ടൻ ഈ റിസ്ക് എടുക്കുന്നത്. ഈ വിമല എന്താ ഇനിയും വരാത്തത്? ഞാനിവിടെ തീ ചവിട്ടി നിൽക്കുകയാണെന്ന് നമുക്കറിയില്ലേ? ആരെങ്കിലും വന്ന് കണ്ടാല്. പക്ഷേ ഇലഞ്ഞിക്കൽ തറവാട്ടിലെ മൂത്ത കുട്ടി ഒരുത്തന്നോട് ഒളിച്ചോടി പോയിന്ന് നാളെ നാട്ടിൽ പാട്ടായ ഈ വീട്ടിലുള്ളവര് നാളെ എങ്ങനെ തലയുയർത്തി നിൽക്കും? ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. എന്തെങ്കിലും ഒന്ന് പറ. ഇപ്പൊ പോയില്ലെങ്കിൽ എനിക്ക് പിന്നൊരു ജീവിതം ഉണ്ടാവില്ല. ഞാൻ എന്റെ ജീവിതമല്ലേ നോക്കേണ്ടത്. നാട്ടുകാരെന്ത് പറയുന്നു വിചാരിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു തരത്തിൽ ഞാനിങ്ങനെ പോകാൻ പാടില്ലെങ്കിൽ ഹരിയേട്ടനെ നീ തന്നെ ഇവിടെ എത്തിക്കില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം നിന്റെ പ്ലാനിങ് ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങ് പോവാ. മാർഗതടസ്സം സൃഷ്ടിക്കാതെ എന്റെ കൂടെ ഉണ്ടാവണം ഈശ്വര. ചേച്ചി എന്താ വരുന്നാരും വിളിച്ചു പറയായിരുന്നേ? അത് പിന്നെ മനസ്സിലായി മനസ്സിലായി. ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നാണല്ലേ. നീ വന്നല്ലോ. നിന്നെ കാണാതെ ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. എന്റെ പൊന്നിനെ കണ്ടിട്ട് ഒരു നൂറ്റാണ്ടായിരുന്നു തോന്നുക. വിസ്മയേച്ചി പൊന്ന്, ബാക്കിയുള്ള ഞങ്ങളൊക്കെ വെള്ളിയും വെങ്കലവും അല്ലേ അമ്മേ? ഇവളെ ഇവിടുത്തെ പൊന്നുംകുടം തന്നെയാ. അതിനെ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല. ഓ ശരി ശരി, എല്ലാരും കൂടെ പിടിച്ച് അമർത്തി ആ പൊന്നുംകുടത്തിനെ പൊട്ടിക്കാതിരുന്നാ മതി. അല്ല വിമലേച്ചി എന്താ ഒന്നും പറയാത്ത? ഏയ് ഒന്നുമില്ല, നീ വന്നതിന്റെ ഒരു സന്തോഷം. ഒന്നുമില്ലാതല്ല, ഒരുപാട് പറയാനുണ്ട് ഇവിടെ. നീ ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചതാ. ആ മോളകത്തേക്ക് വാ. ഈ കുടുംബത്തിലെ വിസ്മയ്ക്ക് മാത്രമേ പൊന്നിന്റെ തിളക്കമുള്ളൂ. വീണ പറഞ്ഞ പോലെ ബാക്കിയൊക്കെ വെള്ളിയോ വെങ്കലോ ആണ്. ഞാനിവിടെ നിന്നാ വെങ്കലം പോലും ആവില്ല, മൺകലം പോലെ ആവും. ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ, ഇപ്പൊ തന്നെ.
അവസരം നഷ്ടപ്പെട്ടോ? ഛെ. ദേ ചായ. ശങ്കുണ്ണേട്ടാ, എനിക്കൊരു കോഫി വേണം. ഓ, ഒരു മിനിറ്റ്. ഇന്നലെ രാത്രിയെ പെട്ടെന്ന് എങ്ങോട്ടായിരുന്നു ഒരു യാത്ര? അല്ല, അത് എന്തു പറ്റി അങ്ങനെ ചോദിക്കാൻ? എന്താ ചോദിക്കാൻ പാടില്ലേ? ഇന്നലെ രാത്രി തന്നെ ഇവിടെ എല്ലാവർക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയതാ. പിന്നീട് കാറിൽ കയറി ഇവിടുന്ന് ഇദ്ദേഹം പോകുന്നത് കണ്ടതോടെ ആ ശിവ, നീ വന്നോ? നിന്റെ കൂട്ടുകാരന്റെ സ്ഥിതി എന്തായി? സീരിയസ് ആക്സിഡന്റ് ആണോ അതോ കുഴപ്പമില്ലേ? നീ കാർ എടുത്തോണ്ട് പോയപ്പോ അജിയെ പോലെ ഞാനും കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നീടല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടുകാരന് അപകടം പറ്റിയിട്ട് നീ നോക്കാൻ പോയതാണെന്ന് അറിഞ്ഞത്. അതെ ചേച്ചി, എന്റെ ക്ലോസ് ഫ്രണ്ട് അവന് ബൈക്ക് ആക്സിഡന്റ് ആയി എന്ന് കേട്ടപ്പോ പിന്നെ എനിക്ക് എന്റെ കിളി പോയി. പിന്നെ വണ്ടി എടുത്ത് ഒറ്റ പോക്കായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് അവനെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. എന്നിട്ട് അവൻ എങ്ങനെയുണ്ട് ഇപ്പോ? ഓ, ആരുടെ ഭാഗ്യത്തിന് തലയ്ക്കൊന്നും പറ്റിയില്ല. കാലിനും കൈക്കൊക്കെ ചെറിയ പൊട്ടലുണ്ട്. അത് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഓടിയത് മുഴുവൻ രക്തം കിട്ടാനാ. AB നെഗറ്റീവ്, റെയർ ഗ്രൂപ്പ് അല്ലേ. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ഒരുപാട് ഓടിയിട്ടാ കുറച്ചെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റിയത്. ഇനിയിപ്പോ വീണ്ടും പോണം. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. നീ വാ. വിസ്മയുടെ വീട്ടിൽ ചെന്നപ്പോ അവരെന്തെങ്കിലും പറഞ്ഞു? ഞാൻ അവിടെ ഇറങ്ങിയില്ല. അവർക്കൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. എല്ലാരും കൂടി അവളെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു, അത്ര തന്നെ. അവർക്കൊന്നും സംശയമൊന്നുമില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. സംശയം അവിടെയൊന്നുമല്ല, ഇവിടെ അജയനാണോന്നാ എന്റെ സംശയം. അവൻ പെട്ടെന്ന് തിരിച്ചു വന്നത് തന്നെ വല്ലോ അറിഞ്ഞിട്ടാണോന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ എനിക്കും എന്തോ സംശയമുണ്ട്. ഇന്നലെ രാത്രി മുതൽ അരുതാത്തതെന്തോ സംഭവിക്കുമെന്നുള്ള പേടിയും തുടങ്ങിയിരിക്കുക. ചേച്ചി വെറുതെ വേണ്ടാതൊന്നും ചിന്തിച്ച് കാട് കയറണ്ട. അവൻ ഒരു സംശയമില്ല. നമ്മൾ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്ന കാണുമ്പോഴാണ് അവന് സംശയം തോന്നുന്നത്. ചേച്ചി ആദ്യം അവൻ്റെ അടുത്തേക്ക് ഒന്ന് സംസാരിക്കാൻ നോക്ക്. ചെല്ലങ്ങോട്ട്. ശിവ, എനിക്കൊരു സംശയം അങ്ങോട്ട് തീരുന്നതേ ഇല്ല. എന്താ ചേട്ടത്തി? അജയന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് അവനെ വിളിച്ചറിയിച്ചിട്ടാവുമോ US എത്തിയ ഉടനെ അവൻ തിരിച്ചു വന്നത്? അവൾക്കും കൂടി പരിചയമുള്ള ഹോസ്പിറ്റലിലായിരുന്നില്ലേ വിസ്മയുടെ ട്രീറ്റ്മെന്റ്? അവിടെ നിന്ന് ഒരു കാര്യവും പുറത്തു പോയില്ല. ഇങ്ങനൊരു കാര്യം നടന്നത് ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാരോരും അറിഞ്ഞു കാണില്ല. പിന്നെങ്ങനെ അജയന്റെ ഭാര്യ അറിയുന്നത്? അതെ, നമ്മൾ തൽക്കാലം ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയല്ല. അജി പെട്ടെന്ന് തിരിച്ചു വന്നതിന് പിന്നിൽ അവനും ആ ഗുരുത്വദോഷി പെണ്ണും തമ്മിൽ എന്തോ ഗൂഢാലോചന നടന്നിട്ടാ. അത് വേണം ആദ്യം കണ്ടുപിടിക്കാൻ.
ഇതാ ലാബ് റിപ്പോർട്ട്. ഇത് പ്രകാരം അച്ഛന് ഒരു കുഴപ്പമില്ല. സോഡിയത്തിന്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ശ്രദ്ധിച്ചാ കോടതി കേസ് തോൽക്കാതെ രക്ഷപ്പെടാം. താങ്ക്സ്. അല്ല, ഞാൻ നിന്നോട് ചോദിച്ച കാര്യം എന്തായി? 2ാം ബ്ലോക്കിലെ ആ കേസല്ലേ? വാ. അത് നേരിട്ട് പറയാന്ന് വെച്ചാൽ ഞാൻ നിന്നെ വിളിക്കാനത്. ഞങ്ങൾ സ്റ്റാഫുകൾക്കിടയിൽ ആ ബ്ലോക്കിനെ തന്നെ വിളിക്കുന്നത് ഡ്രാക്കുള ബ്ലോക്ക് എന്നാ. ഡ്രാക്കുള ബ്ലോക്കോ? അതെന്താടി അങ്ങനെ? അതങ്ങനെയാ. അത്രയ്ക്ക് ദുരൂഹത അവിടെ. ഇവിടുത്തെ മറ്റ് ബ്ലോക്കുകളിലെ സ്റ്റാഫുകൾക്കൊന്നും അവിടെ പ്രവേശനമില്ല. ഡോക്ടർ സുജാത മേനോൻ, മായാവതി വേണുഗോപാൽ, അങ്ങനെ 3-4 ഡോക്ടർമാരും അവരുടെ പെറ്റായ ഗുഡ് ബുക്കിലുള്ള സ്റ്റാഫും മാത്രം അറിഞ്ഞു നടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇവിടെ. നീ കാര്യം തെളിച്ചു പറ. ഒരു ഹോസ്പിറ്റൽ ഇതിന് മാത്രം എന്താ രഹസ്യങ്ങൾ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണോ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ? ആണോന്ന് ചോദിച്ചാലാണ്. അവയവമാറ്റമല്ല, സറോഗസി, ഇൻഫെർട്ടിലിറ്റി. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുക. IVF, ICSI, അങ്ങനെ പലതും. കണക്കിൽ പെട്ടതും പെടാത്തതുമായ ഒരുപാട് കുട്ടികളുടെ ഈറ്റില്ലമാണ് മോളെ ആ 2nd ബ്ലോക്ക്. ഒന്നിനും ഒരു രേഖയുണ്ടാവില്ല. അതുകൊണ്ട് ഏത് റൂമിൽ ആരായിരുന്നുവെന്ന് ആരും അറിയാനും പോണില്ല. എല്ലാം സീക്രട്ട് ഫയൽസാണ്. ഓ, അത്രയ്ക്കും ഭീകരമാണല്ലേ? അതൊക്കെ വലിയ കഥകളാ മോളെ. ആട്ടെ, നിനക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? എന്തെങ്കിലും ഇടപാടിന് ഉദ്ദേശമുണ്ടോ? എന്റെ വേണ്ടപ്പെട്ട ചില പരിചയക്കാരെ അവിടെ കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അവിടെയാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട. എന്തെങ്കിലും കൈവിട്ട ഇടപാടുകളായിരിക്കും. വാടക ഗർഭധാരണം, ഇല്ലീഗൽ അഡോപ്ഷൻ, അൺമാരീഡ് പ്രഗ്നൻസി, അബോർഷൻ, അങ്ങനെ എന്തു ആവാം. തൽക്കാലം നീ പോവാൻ നോക്ക്. എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. ശരി എന്നാ. ചേട്ടാ സുഖല്ലേ? സിസ്റ്ററെ നമസ്കാരം. ചേട്ടാ സിസ്റ്ററെ നമസ്കാരം. ഇത് ചേച്ചിക്കുള്ള ഫുഡ്. ഇത് വിനേട്ടനുള്ള ഫ്രൂട്ട്സ്. അയ്യോ, വിനേട്ടൻ അതിനൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിപ്പിക്കണം. ആ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുറെ പോയതല്ലേ. ഇടയ്ക്ക് ചേച്ചിയും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കട്ടോ. അതെ, ചേച്ചിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ വിനേട്ടനെ നോക്കാൻ പറ്റത്തുള്ളൂ. ഫുഡ് ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുമായിരുന്നല്ലോ ചന്തു. ഇത് വാങ്ങിത്തരാൻ ഇത്രയും ദൂരം നീ ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ എന്ത് ദൂരം. നമ്മുടെ ഏട്ടനെപ്പോലെ ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ദൂരം പറഞ്ഞ് മാറി നിൽക്കുവാണ് വേണ്ടത്. ഓടി അടുത്തെത്തണ്ടേ ഓരോ ആവശ്യത്തിനും. എന്നാലും സമയാസമയത്ത് വിനേട്ടന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കല് ഒരു ബുദ്ധിമുട്ടാവും. ഓ അതെ അതെ അതെ. മുമ്പ് എനിക്ക് ബുദ്ധിക്ക് കുറച്ച് മുട്ടുണ്ടായിരുന്നു, അത് പഠിക്കുന്ന കാലത്ത്. അതുകൊണ്ട് വലിയ ഡിഗ്രി ഒന്നും കയ്യിലില്ലെങ്കിലും വീണ് കിടക്കുന്നവനെ എടുത്തോണ്ട് ഓടാനുള്ള എനർജിക്ക് ഒരു കുറവുമില്ല. ഏതായാലും എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്താൻ ചേച്ചി ശ്രമിക്കണ്ട. ദേ, വിനേട്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി ഇലഞ്ഞിക്കിലേക്ക് പോകുന്നത് വരെയുള്ള പോഷകാഹാരം ഈ ചന്തു ഇവിടെ എത്തിക്കും, അത് ഉറപ്പാ. ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല. അതാണ് നല്ലത്. ഇത് പിടിച്ചേ. നിന്നെ ചന്തുന്ന് വിളിച്ചാ പോരാ. അയ്യോ, ചതിക്കല്ലേ. ചതിയൻ ചന്തു മാത്രം വിളിക്കല്ലേ പ്ലീസ്. നിന്നെ ഞാൻ പരോപകാരി ചന്തുന്നാ ഇനി വിളിക്കാൻ പോകുന്നേ. ആ പട്ടം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. തൽക്കാലേ ചേച്ചി അത് കൊണ്ടുപോയി കഴിക്കാൻ നോക്ക്. ഞാൻ പോട്ടെ. അല്ല, നിനക്ക് വിനേട്ടനെ കാണണ്ടേ? തൽക്കാലം വേണ്ട. വയ്യാതെ കിടക്കുന്ന വിനേട്ടനെ എനിക്ക് കാണണ്ട. എഴുന്നേറ്റ് നടക്കുന്ന വിനേട്ടനെ വേണം എനിക്ക് കാണാൻ. ശരി, നിക്ക് പോലെ ഒരു മിനിറ്റ്. സിസ്റ്ററെ, ഭക്ഷണം കഴിച്ചോ? എന്തേത്? കാശ്. നീ ഇത് കയ്യിൽ വെച്ചോ. ഞാൻ വാങ്ങില്ല, എനിക്ക് വേണ്ട കാശൊന്നും. വാങ്ങണം.
നിനക്ക് എന്ത് വരുമാനം ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. നീ ഇത് വാങ്ങ്. വാങ്ങിയില്ലെങ്കിൽ നീ ഇനി ഭക്ഷണം കൊണ്ടുവന്നാൽ ഞാനിത് സ്വീകരിക്കില്ല. അത്ര തന്നെ. അയ്യേ, നിങ്ങളൊക്കെ എന്നെ പറ്റി ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വെറും ശോകാണല്ലോ. ഒരു ശോകവും ഇല്ല. നിന്റെ മനസ്സൊക്കെ ഞങ്ങൾക്ക് അറിയാം. നീ ഇത് വെക്ക്. ഉപാധിയില്ലാതെ ഉപകാരം ചെയ്യുന്നവരെ ചൂഷണം ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. കാശിന് ബുദ്ധിമുട്ട് വരുമ്പോ എനിക്ക് ഈ പരോപകാരി ചന്തുവിനോട് ചോദിക്കാലോ. തൽക്കാലം ഇവിടെ നിന്ന് താളം ചവിട്ടാതെ നീ വിട്ടോ. ശരി, അടുത്ത ഭക്ഷണപ്പൊതിയായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും കാശൊക്കെ റെഡിയാക്കി വെച്ചോട്ടോ. സിസ്റ്റർ, അപ്പൊ നാളെ കാണാം. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ആപത്തിപ്പെട്ട ആശങ്കയില. ഞാൻ ആപത്തിപ്പെട്ട് ചത്തുപോയാലും നിനക്കെന്താ നഷ്ടം? അത് പറ. ചന്തു, ഡാ. ഇതെന്താ ഇപ്പൊ കഥ? ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നീ കാണിക്കുന്നില്ലല്ലോ. ഇല്ല, പരിചയമില്ല. ആരാ മേഡം? മാഡം അല്ല, കോടം. ദേ, മോത്ത് നോക്കടാ. നീ ഒരാണല്ലേ? അല്ല. ആയിരുന്നെങ്കിൽ ആ മഹേശ്വരി കുഞ്ഞമ്മയുടെ വീട്ടിൽ വെച്ച് നിന്റെ മുഖത്തിന് ഷേപ്പ് ചെയ്യാൻ മാറ്റിയനെ. ഓ, അപ്പൊ ആ കണക്ക് തീർക്കുമായിരുന്നല്ലേ? ചന്തു ഇതുവരെ ഒന്നിനും കണക്ക് വെച്ചിട്ടില്ല. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചാൽ ഞാൻ സഹിക്കില്ല. അത്ര തന്നെ. ഒരപമാനവും ഇല്ല. എന്നെ തേടി നീ അവിടെ വരേണ്ട ആവശ്യം എന്തായിരുന്നു? അതും പകലും പാതിരാത്രിയിലും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി നീ ആളാവാൻ ശ്രമിക്കരുതെന്ന്. അതെനിക്കിഷ്ടമല്ല. നീ എന്റെ കളിക്കൂട്ടുകാരൻ തന്നെയാ. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ കളിക്കൂട്ടുകാരനാണെന്ന് കൂടെ പറയും. മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഒരു കള്ളനെ കൈ കിട്ടിയവരെ എടുത്തിട്ട് അലക്കും നീ. മനുഷ്യത്തില്ലാതെ നിനക്ക് എടുത്തിട്ട് അലക്കാനുള്ള പാഴ്ത്തുണിയൊന്നുമല്ല ഞാൻ. അപ്പോ നീ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല? അല്ല. നോക്ക്, നീ 4ാം ക്ലാസ്സിൽ 2 തവണ തോറ്റതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിലെത്തിയെന്ന് നിനക്ക് ഓർമ്മ വേണം. 3 തവണ. സോറി, 3 തവണ. പിന്നെ ഞാൻ പല തവണ തോറ്റുന്നിട്ടുണ്ട്. അത് ഇഷ്ടം കൊണ്ടാ. ചന്തു, പ്ലീസ്, എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടാൻ വരരുത്. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുമല്ലോ. അതല്ലാതെ. അപ്പോഴേ അന്ന് രോഹിണിയേച്ചി തട്ടിക്കൊണ്ടുവരാൻ ബർമാ കോളനി പോയില്ലേ? അപ്പൊ നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടല്ലേ കൂട്ടിക്കൊണ്ടു പോയി തന്നെ? അത് പക്ഷെ ഇങ്ങനെയല്ല. അപ്പൊ അത് നിന്നോട് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു. എന്നുവെച്ച് എല്ലാ കാര്യങ്ങളും നിനക്കറിയണമെന്ന് പറഞ്ഞാ നടക്കില്ല. എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അത് സത്യമാണ്. എന്ത് സ്ഥാനം? നീ എന്റെ പഴയ ചന്തു തന്നെയാ. ഹോ, അങ്ങനെ. പഴയ ചന്തു എന്ന് വെച്ചാ വടക്കം വീരഗാഥയിലെ MTയുടെ ചന്തു, മമ്മൂട്ടിയുടെ ചന്തു. എന്നാലേ അങ്ങേര് പറഞ്ഞു തന്നെ എനിക്കിപ്പോ നിന്നോടും പറയാനുള്ളത്. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. താങ്ക്സ് ചന്തു. കുറെ നാളുകൾക്ക് ശേഷം മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചതേ നിന്റെ ഈ മിമിക്രി കണ്ടപ്പോഴാ. താങ്ക് യുടാ. പോടിയോടുന്നു. അവളുടെ ഒരു മിമിക്രി മനസ്സ് മുറിഞ്ഞിട്ടാ അന്ന് രാത്രി ഞാൻ ആ മുറ്റം വിട്ടത്. നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാവില്ല ഒരിക്കലും.